ഈ രണ്ട് ബോക്സുകളും ഒന്നല്ല, ഈ രണ്ട് ബോക്സുകൾക്കും സെപ്പറേറ്റ് ഫങ്ഷൻസ് ആണുള്ളത്. അതെ, ഇത് ഹിയറിംഗ് എയ്ഡ് ക്യാരി ബോക്സ് എന്ന് പറയും. ഹിയറിംഗ് എയ്ഡ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ട് നടക്കേണ്ടത് ഇതിനകത്താണ്, അല്ലാണ്ട് ഇതിനകത്തല്ല. നിങ്ങൾക്കറിയായിരിക്കും എഴുതിയിരിക്കുന്ന പോലെ ഡ്രൈയിങ് ജാർ, സിലിക്ക ജെല്ലുള്ള ബോക്സ് ആണ്. എന്തുകൊണ്ട് ഹിയറിംഗ് എയ്ഡ് ഈ ഡ്രൈയിങ് ജാറിൽ ഇട്ട് ട്രാവൽ ചെയ്യരുത് എന്ന് ഞാൻ പറയാൻ കാരണം, ഈ കേരി ബോക്സ് കണ്ടോ, ഇതിപ്പം സിഗ്നിയ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ കേരി ബോക്സ് ആണ്. ഇതിപ്പം റീസൗണ്ട് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ കേരി ബോക്സ് ആണ്. ഈ രണ്ട് കേരി ബോക്സ് നമ്മൾ തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും കണ്ടോ, ഇതിന്റെ അകത്ത് രണ്ടും ബുഷ് ഉണ്ട്. ട്രാവലൊക്കെ ചെയ്യുമ്പോൾ അകത്തിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയാലും ഹിയറിംഗ് എയ്ഡ്സിന് ഫിസിക്കലി വലിയ ഡാമേജുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കില്ല. അറ്റ് ദ സെയിം ടൈം ഈ സിലിക്ക ജെല്ലിന്റെ അകം കണ്ടോ, ഇതിന്റെ അകത്ത് കിടന്ന് ഹിയറിംഗ് എയ്ഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് അതിന്റെ അകത്തെ പാർട്ടുകളെല്ലാം ഒരു പ്രത്യേക ആംഗിളിലും പ്രത്യേക പൊസിഷനിലും ആയിരിക്കും അറേഞ്ച് ചെയ്ത് വച്ചിരിക്കുന്നത്. അപ്പൊ എന്തിനാ ചുമ്മാ വെറുതെ ചുമ്മാ കോഷ്യസ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ബെറ്റർ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ, യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ആ ഒരു ട്രാവലിംഗ് ബോക്സിൽ തന്നെ ഇടുന്നതാണ്. ഇതിനങ്ങനെ ഒരു ട്രാവലിംഗ് ബോക്സോ അല്ലെങ്കിൽ കേരി ബോക്സ് എന്ന് പറയുമോ എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് നിങ്ങൾക്ക് അങ്ങനെ വിളിക്കുന്നതിൽ തെറ്റില്ല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ ഹിയറിംഗ് എയ്ഡ് ഇതുപോലെ ഈ ഒരു ബുഷൊക്കെ ഉള്ള ആ ഹിയറിംഗ് എയ്ഡ് സെപ്പറേറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ബോക്സിൽ തന്നെ വച്ചുകൊണ്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്, റാദർ ദാൻ എപ്പോഴും ഇതിനകത്ത് തന്നെ ഇട്ടുകൊണ്ട് നടക്കാൻ. ഇത് യൂസ് ചെയ്യേണ്ടത് രാത്രി കിടക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഈർക്കമൊക്കെ തട്ടുമ്പോൾ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സിലിക്ക ജെല്ലാണ് അതിനകത്ത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുന്നെങ്കിൽ അല്ലെങ്കിൽ എല്ലാ ദിവസവും രാത്രി കിടക്കാൻ പോകുമ്പോൾ ഈ ഒരു ഡ്രൈയിങ് ജാറിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ശ്രദ്ധിക്കുക, അമ്പാനെ ശ്രദ്ധിക്കുക, അമ്മാനെ ശ്രദ്ധിക്കാൻ പറ. ഓക്കെ.